എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അബി ആ സന്തോഷ വാർത്ത ജലജയോട് പറയുന്നു. ജലജയ്ക്കും ഭയങ്കര സന്തോഷം. ജലജയ്ക്ക് ആദ്യം ഇത്തിരി സംശയമായിരുന്നു സത്യമാണോ എന്ന്. പിന്നെ മൊബൈലിൽ മൂർത്തി ജ്വല്ലറിയുടെ ഷെയർ കുറയുന്നതൊക്കെ കാണിച്ചപ്പോഴത്തേക്കും വിശ്വാസമായി. അന്നേരം ജലജ പറയുന്നുണ്ട്, അവൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൻ തോറ്റു തുന്നം പാടി ഇങ്ങോട്ട് വരാം. എന്നതായിരുന്നു അവൻ പോകുന്ന സമയത്ത് ഇവിടെ വ്രതം നോക്കുന്നു, അവൻ പോകുന്നത് പ്രമാണിച്ച് ഈ വീട് മൊത്തം നമ്മളെക്കൊണ്ട് തൂത്ത് തുടപ്പിക്കുന്നു, മാറാലെ അടുപ്പിക്കുന്നു, എന്നൊക്കെ പണിയാണ് നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നിങ്ങനെ പറയുമ്പം അബി പറയുന്നുണ്ട്, അതുമാത്രമാണോ അമ്മേ, എന്നെക്കൊണ്ട് അടുക്കളപ്പണി വരെ ചെയ്യിപ്പിച്ചില്ലേ, എന്നാലും ഇത്രയൊക്കെ അവർ ദ്രോഹിച്ചപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ ഒരു വാർത്ത കിട്ടിയല്ലോ, അതാണ് മനസ്സിനൊരു സമാധാനം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുക, എടാ ഇത്രയൊക്കെ സന്തോഷം നമുക്ക് തരുമ്പോഴും നിൻ്റെ അനീതി ഒരുത്തിയുണ്ടല്ലോ, അവൾ അവരുടെ കൂടെയല്ലേ നിൽക്കുന്നത്, അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പം അബി പറയുന്നുണ്ട്, അത് സാരമില്ല, അവൾ അങ്ങനെ തന്നെ നിന്നോട്ടെ, അവളുടെ വിവാഹം നല്ല ഗംഭീരമായിട്ട് നടത്തണം, അത് അവൾ അങ്ങനെ നിന്ന് എങ്ങനെയെങ്കിലും സാധിച്ചെടുത്തോളും, അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ട, അവൾ ഈ കുടുംബത്തിൽ ജീവിക്കാനുള്ളതൊന്നും അല്ലല്ലോ, വേറെ കുടുംബത്തിലേക്ക് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് അവളുടെ കാര്യം അങ്ങ് വിട്ടേരെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അന്നേരം ജലജ പറയുവാണ്, ഏതായാലും ആദർശ് തോറ്റു തുന്നമ്പാടി വരുമ്പോൾ ഇവിടെ ഓരോരുത്തരെ ആഘോഷിക്കാനായിട്ട് ഇരിപ്പുണ്ട്, ഏതായാലും ആ ആഘോഷം ഇനി നടക്കുകയില്ല, ഇനി അവരോരോരുത്തരും ഇരുന്ന് കരയുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും. അന്നേരം ഒരു സംശയം, കാരണം മൂർത്തിക്ക് ഭയങ്കര ഒരു തീരുമാനമുണ്ട്, ബിസിനസ്സിൽ ആരെങ്കിലും ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അന്നേരം ജ്വല്ലറിയിൽ നിന്ന് അടിച്ച് പുറത്ത് കളയുക എന്നുള്ളത്, അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ്. ഇനി ആദർശിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ നടക്കുമോ, അതോ ആദർശിനെ വീണ്ടും ചേർത്ത് പിടിക്കുമോ എന്നൊക്കെ അവർക്കൊരു സംശയം. അബി ഒരു തെറ്റ് ചെയ്തപ്പോഴും അബിയെ അവിടുന്ന് പുറത്താക്കിയല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഒരു സംശയം പറയുന്നുണ്ട് ജലജ. ജലജ പറയുവാണ്, ആദർശമായതുകൊണ്ട് മൂർത്തി പണ്ടത്തെ പോലെ പെരുമാറാൻ ചാൻസ് ഇല്ല, പിന്നെ ഒരു അസുഖം വന്ന് ഒടിഞ്ഞുകൂടിയിരിക്കുന്നതുകൊണ്ട് പണ്ടത്തെ മൂർത്തി ആവാനും സാധ്യതയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അബി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, മിക്കവാറും ഇനി ആദർശിന് നല്ല കാലം ആയിരിക്കില്ല ജ്വല്ലറിയിൽ എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, മൂർത്തി ഇനി ആ പഴയ മൂർത്തി തന്നെ ആവുമോ, അതോ കൊച്ചുമോൻ്റെ കാര്യം വരുമ്പോൾ മാറ്റം വരുമോ എന്നും നമുക്ക് നോക്കാം എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജലജ നേരെ പോരുന്നത് നവ്യയുടെ അടുത്തേക്കാണ്. എന്നിട്ട് നവ്യയോട് ഈ കാര്യം പറയുമ്പോഴേക്കും നവ്യയ്ക്ക് ഭയങ്കര സന്തോഷം. ആണോ അമ്മേ, ഇവിടെയുള്ള എല്ലാവരും അത് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പം ആരും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്, നമ്മളായിട്ട് അറിയിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അയാളുടെ മനസ്സ് ശരിയല്ല, അതുകൊണ്ടാണ് അയാൾക്ക് അവിടെ ജയിക്കാൻ സാധിക്കാത്തത്. ഇവിടെ എന്തൊക്കെയായിരുന്നു, വ്രതം നോക്കുന്നു, ആദർശന് ജയിക്കാനുള്ളതല്ല മുത്തശ്ശൻ അവിടെ സെറ്റ് ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കിയതാ, എന്നിട്ടും അയാൾ തോറ്റുപോയെങ്കിൽ അയാളുടെ മനസ്ഥിതിയുടെ തന്നെയാണ്, എനിക്ക് ഏതായാലും സമാധാനമായി എന്ന് പറയും. എന്നിട്ട് ഇതാരെ വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം ഡേവിഡ് സാറ് വിളിച്ചായിരുന്നു എന്ന് പറയുന്നു. അന്തേക്കും നവ്യ, എനിക്കിനി ഡേവിഡ് സാറിനെ വിളിച്ച് ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നുകൂടി ഒന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതിനിടയ്ക്ക് നയനി ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ നയനി ഒന്ന് ചൊറിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞാൽ നവ്യ പോകുന്നുണ്ട്. ജലജയും ഭയങ്കര സന്തോഷത്തിലാണ്. നവ്യ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പം രണ്ടുപേരും ദേവയാനിയും നയനിയും വ്രതമൊക്കെ നോക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ആദർശിൻ്റെ ഫോൺ കോൾ വരുന്നതെന്ന് നോക്കി. അന്നേരം മനസ്സിൽ ഓർക്കുന്നുണ്ട് നവ്യ, രണ്ടും കൂടി ഇപ്പം മോൻ ജയിച്ചിട്ട് വരും എന്ന് കരുതി നോക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് എന്തെങ്കിലും വിവരം അറിഞ്ഞായിരുന്നോ നയനെ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നയന, ഇല്ല ചേച്ചി, ഇതുവരെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, മുത്തശ്ശൻ അവിടെ ആദർശേട്ടന് ജയിക്കാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും വഴിപാടും വ്രതവും ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും മൂർത്തി ജ്വല്ലറി തന്നെ ജയിക്കും എന്നിങ്ങനെ പറയുക. അന്നേരം ദേവയാനി, അതിന് ഇവിടെ മൂർത്തി ജ്വല്ലറി ജയിക്കണമെന്നോ ഈ കുടുംബത്തിന് നല്ലതുണ്ടാകണമെന്നോ എന്നും നീയോ നിൻ്റെ ഭർത്താവോ അമ്മയോ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ, നിങ്ങളെല്ലാം മറ്റേ സൈഡല്ലേ ഇപ്പം നിൽക്കുന്നത്, നിന്നെ വലിയ മോഡലാക്കി വളർത്തിയ AN ജ്വല്ലറിയുടെ കൂടെ എന്നിങ്ങനെ ദേവയാനി പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, അതിനപ്പുറം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലേ, പിന്നെ മൂർത്തി ജ്വല്ലറിയുടെ പാരമ്പര്യം, ഇത്രയും പാരമ്പര്യമുള്ള മൂർത്തി ജ്വല്ലറി തോൽപ്പിക്കാനൊന്നും ഏതായാലും AN ജ്വല്ലറിക്ക് സാധിക്കത്തില്ല, ദുബായിൽ അങ്ങനെ സംഭവിച്ചു എന്ന് കരുതി നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ലല്ലോ, ഉറപ്പായിട്ടും ജയിക്കും, പിന്നെ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടും തോറ്റിട്ടുണ്ടെങ്കിൽ അത് ആദർശേട്ടൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് മാത്രമായിരിക്കും, അയാളുടെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നവ്യ അകത്തേക്ക് കയറി പോവാം. അന്തേക്കും ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട്, ദേവയാനി ഇവളുടെ ഈ രീതിയിലുള്ള സംസാരത്തിന് എങ്ങനെയാണ് മോളെ പ്രതികരിക്കേണ്ടേ ഞാൻ എന്നിങ്ങനെ ചോദിക്കുവാണ് ദേവയാനി നയനോട്. അന്നേരം നയന, വേണ്ട അമ്മേ, നമ്മളൊന്നും പറയണ്ട, കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വീണ്ടും വിഷമിക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ നിൽക്കുന്നു. മോൾക്ക് വിഷമിക്കാനുള്ള വക നേരത്തെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിങ്ങ് വരേണ്ട താമസമുള്ളൂ. ഏതായാലും ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നു നയന.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജ തന്നെയാണ്. ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാട്ടോ. ഇതുപോലൊരു കഷ്ടപ്പാട് ഇതിനു മുമ്പൊന്നും ജലജയ്ക്ക് ആ വീട്ടിലുണ്ടായിട്ടില്ല. പക്ഷേ ആ കഷ്ടപ്പാടിനിടയ്ക്കും ഇത്രയും നല്ലൊരു വാർത്ത കേൾക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഇന്ന് കിച്ചണിൽ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ആദർശ് തോറ്റതിൻ്റെ സന്തോഷം തന്നെത്താനെ പറഞ്ഞിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കനക വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതേ ഞാനിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുക. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയാലും നീയോ നിൻ്റെ മോനോ ഇവിടെ കിടന്ന് ഒരുപാട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങ് തിരിച്ചു വരും. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? നയനമോളുടെ അമ്മായിമ്മയുടെയും കൂടി ഞാൻ നിന്നെ ശരിയാക്കും എന്ന് പറയുവാണ്. ഈ നയനമോളുടെ അമ്മായിമ്മ ആരാ? ദേവയാനി. അത് അവർക്ക് അങ്ങനെയെങ്കിൽ പറഞ്ഞാൽ പോരെ, നയനമോളുടെയും ദേവയാനിയുടെയും കൂടി എന്ന് പറഞ്ഞാൽ പോരെ. ഇവർ സ്ഥാനപ്പേര് കൂട്ടിയേ പറയുള്ളൂ. നോർമലായ നമ്മുടെ സംസാരങ്ങളിൽ നമ്മളങ്ങനെ സ്ഥാനപ്പേര് കൂട്ടിയല്ലല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ ഒരു വിഷമം. എന്തായാലും കനക നല്ല രീതിയിൽ ജലജയെ ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ മോൻ ഇതുപോലെ ആയത് നീ ഒറ്റയൊരുത്തി കാരണമാണ്, നീയാണ് അവനിങ്ങനെ ചീത്തയാക്കിയത് എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട, ഈ പറയുന്ന നവ്യയുടെ സ്വഭാവം നല്ലതായിരുന്നോ എന്ന് ചോദിക്കുക. അന്നേരം കനക പറയുന്നുണ്ട്, എൻ്റെ മകൾ എങ്ങനെയാണ് ഈ വീട്ടിലോട്ട് വന്നതെന്നും എങ്ങനെയാണ് നിൻ്റെ മോൻ്റെ ഭാര്യ ആയത് എന്നും എനിക്കറിയാവേ, അത് നിനക്കും അറിയാമല്ലോ, അതുകൊണ്ട് കൂടുതൽ ആ രീതിയിൽ സംസാരിക്കേണ്ട. ഇനിയിപ്പം മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്തിട്ടാണ് അവനിവിടെ നിൽക്കുന്നത്, അത് ഈ വീട്ടുകാരുടെ നന്മ കൊണ്ടാണ് എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് കനക പറയുന്നുണ്ട്, എൻ്റെ നന്ദുമോന് വയ്യാതെ ആ വീട്ടിൽ കിടന്നിട്ട് ഒന്ന് കാണാൻ പോലും നവ്യ അങ്ങോട്ട് വന്നില്ല. അതിന് കാരണം എന്താ? അവളുടെ ഭർത്താവിനെ എൻ്റെ മോളെ അറസ്റ്റ് ചെയ്തു. അത് കാര്യമില്ലാത്ത കാര്യത്തിനല്ല എന്ന് നിനക്കറിയാം. ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്ദു ഇതെല്ലാം മറക്കും. അവളിങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അവനെ പിടിച്ചുകൊണ്ട് പോവും, സെല്ലി കയറ്റിയിട്ട് നല്ല ഇടി കൊടുക്കും. അന്ന് ഉള്ള സത്യങ്ങൾ മൊത്തം വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞെന്നും ഇരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നതായിരിക്കും അവന് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, അവനിപ്പം വളരെ പാവമാണ്, ഈ വീട്ടിൽ എന്നെ എന്തെങ്കിലുമൊക്കെ സഹായിച്ച് കൂടുന്നതല്ലാണ്ട് അവനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കനക പറയൂ കേട്ടോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ. പിന്നീട് മുത്തശ്ശനെ കാണിക്കുന്നു. മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്നില്ല ആ ഡീല് നമുക്ക് നഷ്ടപ്പെട്ടത്. ന്യൂസിലെല്ലാം പറയുന്നുണ്ട്, ഇത്രയും വലിയ ഒരു ഡീല് AN ജ്വല്ലറിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവരുടെ ഓഹരി റോക്കറ്റ് പോലെ മുകളിലോട്ടും, അതുപോലെ പാരമ്പര്യമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന മൂർത്തി ജ്വല്ലറി താഴോട്ടും പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുന്നുണ്ട്. അത് കേട്ടിട്ട് ആകെ വിഷമിച്ച് മുത്തശ്ശൻ ഇരിക്കുക. ഈ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി എടുത്തോട്ട് തന്നെ പെട്ടെന്ന് അത് ഓഫ് ചെയ്തിട്ട് അനങ്ങാണ്ടിരിക്കും മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, അവിടുന്ന് ആരെങ്കിലും വിളിച്ചോ, എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോഴും മുത്തശ്ശൻ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം എന്താ സംഭവിച്ചേ, നമുക്ക് ആ ഡീല് നഷ്ടപ്പെട്ടോ, അതുകൊണ്ടാണോ, ഇതുപോലെ ഇങ്ങനെ ഇരിക്കാറില്ലല്ലോ, എന്താ സംഭവം എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും മുത്തശ്ശൻ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം മുത്തശ്ശിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്ന്. പിന്നെ നന്ദുവിനെ കാണിക്കുന്നു. നന്ദു അനിയെ വിളിച്ചിട്ട് ചോദിക്കും, എന്തായി ആദർശേട്ടനെ ആ ഡീല് കിട്ടിയോ എന്ന്. അന്നേരം ഇല്ല എന്നറിയുമ്പം നന്ദുവിനും ആകെ വിഷമം. അവിടെ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ആദർശേട്ടനെ കിട്ടാതെ പോയത്, ആദർശേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇതിനു മുമ്പ് എന്നൊക്കെ പറയുമ്പം എന്താ സംഭവിച്ചത് എന്നറിയത്തില്ല. നമ്മളെ തകർക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട്. AN ജ്വല്ലറിക്കാർ തന്നെയാണ് അത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ജ്വല്ലറിയെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ തകർക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഭയങ്കര സങ്കടമാണ് എനിക്ക് വീട്ടിലോട്ട് ചെന്ന് എല്ലാവരെയും ഫേസ് ചെയ്യാനും ബുദ്ധിമുട്ട്. അതുകൊണ്ട് 2 ദിവസത്തെ ബിസിനസ് ടൂർ ഉണ്ട് എനിക്ക്, അതിനുവേണ്ടി പോവുകയാണ്. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയിട്ട് അനി തിരിച്ചു വരുവുള്ളൂ, 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുവുള്ളൂ എന്നും പറയുന്നുണ്ട്. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, എടാ അതിനിടയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോയെന്ന്. നോക്കട്ടെടി ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനി ഫോൺ വയ്ക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനക തിരിച്ച് വീട്ടിലോട്ട് വന്നു ഗോവിന്ദൻ്റെ അടുത്തോട്ട്. കയറി വരുന്ന ഗോവിന്ദനും ചോദിക്കുന്നത് ഈ ഡീലിനെ പറ്റിയാണ്, അത് ആദർശന് കിട്ടിയോന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല, അതിനു മുമ്പ് ഞാനിങ്ങ് പോന്നു, ഏതായാലും പോയതുകൊണ്ട് ഒരു മെച്ചമുണ്ടായി, അബിയെയും അവൻ്റെ അമ്മയും ഞാൻ അവിടെ വറുത്ത് കോരിയെടുത്തു, അതുങ്ങൾ ഇനി ആ വീട്ടിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഒരു പട്ടിയുടെ വില അവർക്ക് ആ വീട്ടിലില്ല എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അവൻ്റെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന്. നവ്യ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അവൾ മൊത്തത്തിൽ മൂർത്തി ജ്വല്ലറിയേനെയും ആ തറവാടിനെ നശിപ്പിക്കാൻ വേണ്ടി, അവരെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയേക്കുമല്ലേ, അതുകൊണ്ട് അവളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് 2 നല്ല വർത്തമാനം അവളോട് പറയാൻ മേലായിരുന്നോ എന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, നന്ദുമോൻ വയ്യാതെ കിടന്ന സമയത്ത് ഒന്നും ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവളെന്നെ കടിച്ചു കീറാൻ വന്നു, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനും കുറച്ച് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും നന്ദു വരും കേട്ടോ. നന്ദു ആകെ വിഷമത്തിലാണ് കയറി വരുന്നത്. കാണുന്നത് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ മുഖത്തൊരു വിഷമം പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എപ്പോഴാണ് വന്നേ, അമ്മ അവിടുന്ന് വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും.
അന്നേരം കനക പറയും ഇല്ല ഞാൻ അതിനു മുമ്പ് പോകുന്നു, എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം നന്ദു ഈ ഡീല് നഷ്ടപ്പെട്ട കാര്യം പറയുന്നു. ആകെ വിഷമാവുകയാണ് എല്ലാവർക്കും. അന്നേരം എന്താ സംഭവിക്കുന്നത് എന്ന് അറിയത്തില്ല, ആരും അവരെ ചതിക്കുന്നുണ്ടെന്നൊക്കെ അവരെല്ലാവരും കൂടെ പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട് ഇതിന് പിന്നിലെല്ലാം ആ അഭിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, അങ്ങനെ അവന് ഇതിൻ്റെ അകത്ത് കൈയുണ്ട് എങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് പോയി ഇനി ഞാൻ ഇടിച്ച് ചതയ്ക്കും, ചേച്ചിയുടെ ഭർത്താവാണ് എന്ന് ഓർക്കുകയില്ല, ഇത്രയ്ക്ക് നന്ദി കിട്ടങ്ങൾ ആ വീട്ടിൽ ജീവിക്കാതിരിക്കുന്നത് നല്ലത് എന്നൊക്കെ പറയുമ്പം കനകയും പറയുന്നുണ്ട് കേട്ടോ, അതുങ്ങളെ ആദ്യം ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടണം, ആ കുടുംബത്തിൽ നിന്ന് ആ കുടുംബം നശിക്കാനാണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ കനകയും പറയുന്നുണ്ട്. ഏതായാലും ഇവിടെയും എല്ലാവർക്കും ഭയങ്കര വിഷമാകുന്നു. പിന്നീട് ദേവയാനിയെ കാണിക്കുന്നു. ദേവയാനിയും നയനയും പിന്നെയും വിഷമിച്ച് നിൽക്കുവാണ്. അപ്പം നയനയ്ക്ക് ആകെ ടെൻഷൻ, അമ്മ ഇതുവരെ വിളിച്ചില്ലല്ലോ, ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് കയറാനുള്ള ടൈമായില്ലേ, എന്നിട്ടും എന്താ വിളിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ലല്ലോ മോളെ, അവന് നല്ല ടെൻഷനിലായിരിക്കും, ഏതായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി നയനോട് ചോദിക്കുന്നുണ്ട്, മോള് മുത്തശ്ശനെ കണ്ടായിരുന്നോ, മുത്തശ്ശൻ എന്തെങ്കിലും പറഞ്ഞു എന്ന്. അന്നേരം നയന പറയും ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നതാ, മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ ആകെ ടെൻഷനിലിരിക്കുവാണ്, എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. ഏതായാലും ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ജയനും അജയനോട് കയറി വരുന്നത്. അന്നേരം അവരെ കാണുന്ന ഓടി അവരുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് എന്തായി ജയേട്ട എന്ന് ചോദിക്കുവാണ്. അന്നേരം അവർക്കും ആകെ ടെൻഷൻ. അവർ ചോദിക്കും നിങ്ങളൊന്നും അറിഞ്ഞില്ല, അച്ഛനൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നായിരുന്നു, പക്ഷേ മുത്തശ്ശൻ എന്തോ ടെൻഷനിലാണ്, ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്നു. അന്നേരമാണ് ജയൻ പറയുന്നത് ആ ഡീല് നമുക്ക് കിട്ടിയില്ല എന്ന്. അപ്പോഴത്തേക്കും ആകെ വിഷമിച്ചിങ്ങനെ തകർന്ന് നിൽക്കുവാണ് ദേവയാനി. ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നു നയന. അങ്ങനെ ആകെ തകർന്ന് വിഷമത്തോടെ നിൽക്കുന്ന നയനയും ദേവയാനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.